ഇവിടെ വന്നപ്പോ അതാ ഇത് കണ്ടോ, ഇങ്ങനെ ഫിഷുകളെല്ലാം മസാല പുരട്ടി അങ്ങനെ വെച്ചേക്കണം. അറിയണ്ണ, ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇത് കണ്ടിട്ട് വേറെ ഒന്നും തോന്നൂല, ഇത് എണ്ണയിൽ വറുത്ത് തിന്നണം, അത് മാത്രമേ തോന്നൂ. പിന്നെ അല്ലാതെ എന്താ തോന്നേണ്ടതല്ലേ? ഡാമിൽ നിന്ന് പിടിച്ച നല്ല ഫ്രഷ് മീൻ മസാലയും പുരട്ടി അങ്ങനെ വെച്ചേക്കപ്പോ അത് പൊരിച്ചടിക്കുക, അല്ലാതെ വേറെ എന്താണ്? മൈസൂരിൽ പോകുന്നവരൊക്കെ വൃന്ദാവൻ ഗാർഡനും ഒക്കെ കണ്ട് അതുവഴിയും കറങ്ങിപ്പോകും. പക്ഷെ മൈസൂരിൽ പോയിട്ട് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സെന്ററാണിത്. ഉറപ്പായും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ട്. അവിടെ വെച്ചിരുന്ന എല്ലാ മീനുകളും നമ്മൾ ട്രൈ ചെയ്തു കേട്ടോ. അടിപൊളിയായിരുന്നു. മസാലയായാലും ആ മീനിൻ്റെ ഫ്രഷ്നെസ് നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യും. ഒരുപക്ഷെ മലയാളികൾക്ക് മറ്റുള്ള മസാലകൾ ഇഷ്ടപ്പെടണമെന്നില്ല, ഇത് നേരെ തിരിച്ചാണ് കേട്ടോ. ഉറപ്പായും ഇഷ്ടപ്പെടും. ഇതുവഴി കടന്നുപോയപ്പോൾ വെറുതെ ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതിയതാണ്. ഒരു മീനായി 2 മീനായി അങ്ങനെ അവസാനം അവിടെ ഇരുന്ന എല്ലാ ഐറ്റം ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു. 3 മണിക്കൂറോളം ആ ഒരു സ്പോട്ടിൽ നമ്മൾ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. വീഡിയോ കാണിച്ച് നിങ്ങളെ മടുപ്പിക്കുന്നില്ല, ലൊക്കേഷൻ പറഞ്ഞുതരാം. അതായത് വൃന്ദാവൻ ഗാർഡന്റെ തൊട്ടുപുറകിലായ ക്യാരസ് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഇതുവഴി പോകുമ്പോൾ റോഡിന്റെ 2 സൈഡിലും നിറയെ ഇതുപോലുള്ള കടകളാണ് കേട്ടോ. മീനിന്റെ ആകൃതിയിൽ തന്നെ ഇതുപോലെയുള്ള കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഷോപ്പുകളും അവിടെ നിരനിരയായിട്ട് കാണാൻ കഴിയും. അവിടുത്തെ ഏറ്റവും വലിയ കടയാണ് ഗോപി ഫിഷ് ലാൻഡ്. ഇതാണ് യശ്വന്ത്, ഇവനാണ് മീൻ പിടിച്ചോണ്ട് വരുന്നത്. ഇത് ഗോപിയാണ് ഇവിടെ ഫ്രൈ ചെയ്യുന്നത്. ഇത് ദേവരാജാണ്, ഇതാണ് ഓണർ. ഇനി ഒരിക്കലും മിസ് ചെയ്യല്ലേ വൃന്ദാവൻ ഗാർഡന് തൊട്ടുപുറകിലുള്ള ക്യാരസ്.